സുഹൃത്തുക്കളെ, അയർം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എടപ്പള്ളിയിലാണ്. എടപ്പള്ളി ലുലുമാളിനോട് അടുത്തായിട്ട് ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് മനോഹരമായിട്ടുള്ളൊരു ബോക്സി ഡിസൈനിങ്ങിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിലുപരി ഈ ഒരു പ്രോപ്പർട്ടിയുടെ എലിവേഷൻ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, കളർ കോമ്പിനേഷൻ ആയിക്കോട്ടെ എല്ലാം നല്ല വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഇതിന്റെ ലാൻഡ് ഏരിയ, സ്ക്വയർ ഫീറ്റ്, അതുപോലെ തന്നെ ബെഡ്റൂം, ഇതിന്റെ ലൊക്കേഷൻ എല്ലാം നമുക്ക് വിശദമായിട്ട് തന്നെ പരിചയപ്പെടാം. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മരോട്ടിച്ചുവട് എന്ന് പറയുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇന്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ച് നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആയിട്ട് തന്നെ ഈ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അത് നമ്മുടെ എടപ്പള്ളി ലുലുമാളിൽ നിന്ന് ഏകദേശം 800 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ, ഇതിന്റെ വിഷ്വൽസ് ഒക്കെ ഒന്ന് കണ്ടാലോ. വാ, കയറി വരുമ്പോൾ തന്നെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കോമ്പൗണ്ട് വാൾ ആണെങ്കിലും ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത്, അതുപോലെ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. 3 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2 XUV വാഹനം തന്നെ പാർക്ക് ചെയ്യാം. 3 XUV വാഹനം തന്നെ ഇതിന്റെ അകത്ത്, കോമ്പൗണ്ടിന്റെ അകത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കടുപ്പ കല്ലുകൾ വിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാർഡൻ ഏരിയ ആയിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. അത് ഈ ഒരു ഫ്രണ്ട് എലിവേഷനെ തന്നെ വളരെ വ്യത്യസ്തമാക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കളർ കോമ്പിനേഷൻ ആയിക്കോട്ടെ, അതുപോലെ ടെക്സ്ചർ വർക്ക് ആയിക്കോട്ടെ, വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് വീടിനെ ഒരു അട്രാക്റ്റീവ് തോന്നിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഈ ഒരു എലിവേഷനും അതുപോലെ ഇന്റീരിയർ ആയിക്കോട്ടെ എക്സ്റ്റീരിയർ ആയിക്കോട്ടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമുക്ക് അത്യാവശ്യം സ്പേസ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. കണ്ട, കടുപ്പ കല്ലുകൾ വിരിച്ചിട്ടുണ്ട്. അതുപോലെ ഉരുളൻ കല്ലുകളൊക്കെ വിരിച്ച് നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ടാണ് കിണറിന്റെ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്, വെള്ളത്തിനൊന്നും യാതൊരു ക്ഷാമമില്ല. ഇത് ടൗണിൽ നിന്ന്, എടപ്പള്ളി ലുലുമാളിൽ നിന്ന് ഏകദേശം 800 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം വരുന്നത്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. വാ, ഇതിന്റെ വിഷ്വൽസ് നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. 2 ഭാഗത്തേക്കും തുറക്കാവുന്ന ഡോർ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് മെയിൻ ആയിട്ട് തേക്കിൽ തീർത്ത ഒരു ഡോറാണ്. ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ എൻട്രൻസിന്റെ ഈ ഒരു ഭാഗത്ത് നല്ല എലഗന്റ് ആയിട്ട് തന്നെ നല്ല ടെക്സ്ചർ വർക്കോട് കൂടിയിട്ടും അതുപോലെ നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എവിടെയായിട്ടാണ് ലിവിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു നല്ലൊരു കോർണർ സെറ്റ് ഒക്കെ ഇട്ടാൽ നല്ല ഒരുപാട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇവിടെ ആയിട്ട് ഒരു TV യൂണിറ്റ് വരുന്നുണ്ട്. ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലുപരി ഇതിന്റെ ഒരു വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഒരു സ്ലൈഡിംഗ് ഡോർ വരുന്നുണ്ട്. അപ്പൊ അത് തുറന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് നമുക്ക് വാട്ടർ ഫൗണ്ടൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്താ, വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ 2 ഡോറ് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കടുപ്പ കല്ലുകളൊക്കെ വിരിച്ച് നല്ല സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഫ്ലോറിലേക്ക് വരികയാണെങ്കിൽ പ്രീമിയം ക്വാളിറ്റി ടൈലുകൾ, അത് ഗ്രേ കളറിലുള്ള ടൈലുകൾ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ ആയിട്ട് ഈ ഒരു ഭാഗം നോക്കി കണ്ടാ, ഷെൽഫുകളാണ്. വളരെയധികം ഷെൽഫുകൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതെവിടെയായിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 12 പേരോളം നമുക്ക് ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു ഡൈനിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് നമുക്ക് ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യം നമുക്ക് ഇവിടെ സ്റ്റോറേജ് ആയിട്ട് അവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് നല്ല ഭംഗിയിൽ തന്നെ അത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയായിട്ടാണ് വാഷ് ബേസിന്റെ ഒരു കൗണ്ടർ വരുന്നത്. സെറയുടെ ആണ്. 3 ഫേസ് കണക്ഷൻ ആണ് വരുന്നത്. താഴെ 2 ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ സീലിംഗ് വർക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു വാൾറോബ് ഏരിയ ആണെങ്കിലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം സൗകര്യം ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. വെറ്റ് ആൻഡ് ഡ്രൈ എന്ന കോൺസെപ്റ്റില് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ കൺസീൽഡോട് കൂടിയിട്ടുള്ള ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്ലോറിലും ഈ ഒരു വാളിലും കൊടുത്തിരിക്കുന്ന ടൈലുകൾ ഗ്രേ മാറ്റ് ഫിനിഷ് ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഫുള്ള് മാറ്റ് ഫിനിഷ് ടൈലുകൾ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ആയിട്ട് 2ാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഇത് വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. അതുപോലെ വൈഡ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാർഡ്രോബിന്റെ സ്ഥാനം വരുന്നുണ്ട്. സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫാൻ എല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ വാം ലൈറ്റുകളൊക്കെ കൊടുത്താണ് ഈ ഒരു ബെഡ്റൂം ഭംഗി കൂട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സൗകര്യം, അറ്റാച്ച്ഡ് ബാത്റൂം, വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതും വെറ്റ് ആൻഡ് ഡ്രൈ ചെയ്യുന്ന കോൺസെപ്റ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ കൺസീൽഡോട് കൂടിയിട്ടുള്ള
ബാത്റൂം സാനിറ്ററി ഐറ്റംസ് ഒക്കെ അങ്ങനെ നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് അതുപോലെ ഡൈനിങ് ഏരിയയിലേക്ക് വരാൻ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെ നല്ലൊരു മോഡുലർ കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹാങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സെൻട്രൽ കിച്ചണായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരുപാട് സ്പേസ് നമുക്ക് ഈ ഒരു കിച്ചണിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഹോബിന്റെ സ്ഥാനം വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പർ ക്യാബിനറ്റ്സും അതുപോലെ ഇവിടെയൊക്കെ ക്യാബിനറ്റ്സ് കബോർഡ് വർക്കുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് 4 പാളികളുള്ള വിൻഡോ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് സിങ്കിന്റെ സ്ഥാനം വരുന്നത്. അപ്പൊ ഇത്രത്തോളം സൗകര്യപ്രദമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. അപ്പൊ ഇതിന്റെ കിച്ചണിലേക്ക് സെക്കൻഡ് കിച്ചണിലേക്ക് വരികയാണ്. ഇത് ഇവിടെയായിട്ടാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത്. വർക്ക് ഏരിയ എന്ന് പറയുമ്പോൾ കിച്ചണേക്കായും ഭംഗി കൂടുതലായിട്ട് തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടാ ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാബിനറ്റ്സ് ഒക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് ഒരു ഡോർ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ സെറ്റ് ബാക്കിലേക്കാണ് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമുക്ക് ഒരു കോർട്ട്യാർഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഇവിടെയും ഇത്ര ഒരു സൗകര്യങ്ങൾ ഇവിടെയും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളതേ ജസ്റ്റ് ഒന്ന് കാണിച്ചേ. വാ അപ്പൊ ഇനി നമുക്ക് ഇത് 5.5 സെന്റ് സ്ഥലം, 2800 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം അറ്റാച്ച്ഡ്. അപ്പൊ താഴെ 2 ബെഡ്റൂം നമ്മൾ കണ്ടല്ലോ. ഇനി നമുക്ക് മേളിലെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് കടക്കാം. സ്റ്റെപ്പുകളിലാണെങ്കിലും നമുക്ക് ഒരു മരത്തിന്റെ തോന്നിക്കുന്ന രീതിയിലുള്ള ടൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടഫ്ലൻഡ് ഗ്ലാസ്സിൽ മരത്തിന്റെ തടി ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ടെക്സ്ചർ വർക്കുകളും ഈ ഒരു ബീഡിങ്ങിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഭംഗി കൂട്ടി തന്നെ ഇതിന്റെ ഇന്റീരിയർ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മേളിൽ നിന്നുള്ള സൺലൈറ്റ് ഡയറക്റ്റ്ലി കിട്ടാവുന്ന രീതിയിൽ 4 പറകോള മേളിൽ നിന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ അത് ഇവിടെയായിട്ട് കണ്ട കുട്ടികൾക്ക് പഠിക്കാനോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ഒരു TV യൂണിറ്റ് വരുന്നുണ്ട്. വൈഡ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. നല്ല ഇന്റീരിയർ വളരെ വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ട ഈ ഒരു ഏരിയ യൂട്ടിലിറ്റി ഏരിയ കേട്ടോ. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം സൗകര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട്. മേളിൽ 2 ബെഡ്റൂം ഉണ്ട്. ഇതേ വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ തന്നെയാണ്. ഒരുപാട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. എന്താ സീലിംഗ് വർക്ക് ആണെന്നെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂം കേട്ടോ. ഇത് ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ്. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഓടിച്ചിട്ടൊന്ന് കണ്ടിട്ട് നമുക്ക് ഇതിന്റെ പ്രൈസിലേക്ക് കിടക്കാം. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. അറ്റാച്ച്ഡ്. വാൾഡ്രോബിന് സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നാച്ചുറൽ ലൈറ്റ് കിട്ടാവുന്ന രീതിയിലാണ് ആ ഒരു വിൻഡോ തന്നെ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ഇഷ്ടംപോലെ സൗകര്യങ്ങൾ നമുക്ക് ഈ ഒരു വീടിന് അവൈലബിൾ ആണ്. കണ്ടാ അപ്പൊ ഇവിടെയായിട്ട് ബാൽക്കണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളിന്റെ അത്ര സ്പേസ് നമുക്ക് ഈ ബാൽക്കണിയിൽ അവൈലബിൾ ആണ്. നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ, ഹൈ ക്വാളിറ്റി ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത്. നമ്മുടെ എടപ്പള്ളി ലുലു മാളിൽ നിന്ന് ഏകദേശം 800 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലായിട്ട് 5.5 സെന്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ട് ഒരുക്കിയിരിക്കുന്ന വളരെയധികം മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീട് കൂടിയാണ്. ഇന്റീരിയർ ഒക്കെ ഒരു രക്ഷയില്ല. നിങ്ങൾ കണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ വർക്കൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില 2,35,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചോ. നമ്മുടെ എടപ്പള്ളി ലുലു മാളിലേക്ക് വെറും 800 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ഡീറ്റെയിൽ ആൾക്കാർ നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്ത് വെച്ചേക്ക്. ഏതെങ്കിലും ടൈമിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. ഓക്കെ.